ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയാത്ത പാപ്പരത്വം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് അല്ല. അതിനപ്പുറത്ത് മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് ഈ വിദ്വാൻ ഉപയോഗിച്ച വാക്ക് പ്രകാശ് മാഷ് കേട്ടില്ലേ? മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് ഈ വിദ്വാൻ ഉപയോഗിച്ച വാക്ക് പ്രകാശ് മാഷ് കേട്ടില്ലേ? അനിൽ ബോസ്, ഞാൻ കേട്ടത് അനിൽ ബോസ് എല്ലാ സമയങ്ങളിലും ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയുടെ ഭാഗമായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നു. ആ ശൈലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. ആ ശൈലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. അത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കേൾക്കുന്ന ആ സ്ഥലത്ത് പോയത് വിളമ്പിയാൽ മതി, അത്രേ ഉള്ളൂ. ഇവിടെ എന്താണ് നിലപാട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയണ്ടേ? അത് പറയാതെ ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? പിന്നെ ഈ വിശ്വാസത്തിന്റെ കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരിക്കലും വലിയ നിലക്കുള്ള ഇടപെടൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് കേരളത്തിന് അറിയുന്നല്ലേ? ഇപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ BJP ആളുകൾ പറയേണ്ട ഒരു കാര്യം, സുപ്രീം കോടതി സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നിലപാട്? അത് പറയണ്ടേ? അത് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? അത് പറയാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുമോ? പിന്നെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡും വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിന് 2025-30 31,496 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പദ്ധതിക്ക് വേണ്ടി ഇപ്രാവശ്യം 83.95 കോടി അനുവദിച്ചു. സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 20.42 കോടി അനുവദിച്ചു. എടത്താവളത്തിന് 116.41 കോടി അനുവദിച്ചു. ആസ്ഥാന അതുപോലെ തന്നെ സുരക്ഷാ പാലം, നിലക്കൽ കോർ ഏരിയ വികസനം, ശുദ്ധജല പൈപ്പ് ലൈൻ, നിലക്കൽ റോഡ് പാലം നിർമ്മാണം, തീർത്ഥാടക സൗകര്യ കേന്ദ്രം, അതുപോലെ തന്നെ തന്ത്രിമഠം, പ്രസാദ നിർമ്മാണ വിതരണ സമുച്ചയം, അഗ്നിശമന സംവിധാനം, ജലസ്രോത സംരക്ഷണം, ഇത്രയേറെ പദ്ധതികൾ പ്രഖ്യാപിച്ച് അത് അയ്യപ്പ ഭക്തരോട് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് പറയണ്ടേ? അത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ. കാരണം ഇത് അനുഭവിക്കുന്ന ആളുകൾ അയ്യപ്പ ഭക്തരാണല്ലോ. അവർ വരുമ്പോൾ അവർക്ക് ഉള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവരോട് നേരിട്ട് ജനാധിപത്യപരമായി ശരി ശരി ഇല്ല ഇതൊക്കെ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്ല ഇതൊക്കെ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. ഇവിടുത്തെ പ്രശ്നം ലീഗ് ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞതുകൊണ്ടാണോ സതീശന് ഒരു നിലപാട് പറയാൻ കഴിയാത്തത്രയും പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എത്തിയത്? ശ്രീ പ്രകാശൻ മാസ്റ്റർ, ചോദ്യം 1. ഇനി അടുത്തത്, ഈ പറയുന്ന ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടില്ല എന്ന് ഉറപ്പ് ആക്കിക്കൊണ്ട് ഒരു ഉപാധി വെച്ചുകൊണ്ട് തടിയൂരുകയാണോ ചെയ്തിരിക്കുന്നത് സതീശൻ ഇന്ന്? ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ 24-ാം പാർട്ടി കോൺഗ്രസ് കൃത്യമായ നിലയ്ക്ക് ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ വേട്ട സംഘടിപ്പിച്ച് അതിനുവേണ്ടി നിയമപരമായി അതുപോലെ കായികാക്രമണ മുഖേനയൊക്കെ തന്നെ ന്യൂനപക്ഷ വേട്ട സംഘടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ വർഗീയവാദികൾ ശ്രമം നടത്തുകയാണ്. അതിനെ സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ ന്യൂനപക്ഷ വർഗീയതയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈ കാര്യത്തിൽ വളരെയേറെ മുന്നേറ്റമുണ്ടാക്കിയ ഒരു നാടാണ് കേരളം മതനിരപേക്ഷതയുടെ കാര്യത്തിൽ. അതുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ എല്ലാ വിഭാഗത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയതയുടെ വിപത്തിനെ ചെറുക്കുന്നതിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാവണം എന്ന് ഞങ്ങൾ പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാനാവുന്നത് വിശ്വാസികളെയാണ്. വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല, അവർക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രാമുഖ്യം. അതുകൊണ്ട് വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന വർഗീയതയെ ചെറുക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ഇതപര്യന്തം നടത്തുന്നത്. ഇപ്പോൾ നടത്തുന്ന ശ്രമം അതിൻ്റെ ഭാഗമാണ്. ഇവിടെ ആരെയെല്ലാം ക്ഷണിക്കുമെന്നതിനെ സംബന്ധിച്ച്, എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതിലാരെയും ഒറ്റപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇതിലെ കമ്മിറ്റിക്ക് നിങ്ങൾക്ക് ഇതിപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചൊരു കാര്യമല്ല, അവിടെ ദേവസ്വം ബോർഡ് പിന്നെ തീരുമാനിച്ചൊരു കാര്യം. മാത്രമല്ല ഇന്ന് ദേവസ്വം മന്ത്രി വിശദീകരിച്ചതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയമില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഇതിൽ ആദ്യം തന്നെ ഇതിന്റെ ഭാഗമാക്കിയത് എന്ന്. ഇതിന്റെ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രി, മറ്റ് രക്ഷാധികാരികളിൽ സ്പീക്കർ, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി, കൂടെ പ്രതിപക്ഷ നേതാവും വരികയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ കണ്ണുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ശ്രീ VN വാസവൻ ചോദിച്ചത്.